നാളെ തൊട്ട് നന്നാവണം നമ്മൾ വിചാരിക്കും. ഇനി ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം അതെല്ലാം പോട്ടെ, നാളെ പക്ഷെ ഞാൻ മാറിയിരിക്കും ഇങ്ങനെ നമ്മൾ വിചാരിക്കും. പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മിക്കവാറും ലേറ്റായി പോകാനായിട്ട് സാധ്യതയുണ്ട്. ചില ആൾക്കാരുടെ കേസ് നോക്കുവാണെങ്കിൽ രാത്രി നന്നായിട്ട് ഉറങ്ങാൻ പറ്റില്ല, വലിയ ടെൻഷനായിരിക്കും. ഭാവിയെ പറ്റിയുള്ള ആശങ്ക, കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റിയുള്ള ചിന്ത, ഒരുപാട് വിഷമങ്ങൾ മനസ്സിൽ വരാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു മൂഡ് ഓഫ് ആയ അവസ്ഥയുണ്ട്. സംഭവിക്കാറില്ലേ? എന്തുകൊണ്ടാണ് സംഭവിക്കുക? നമ്മുടെ മനസ്സിൽ കുറച്ച് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമ്പോഴാണ് രാവിലെ എഴുന്നേൽക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരിക, അതുപോലെ തന്നെ നെഗറ്റീവ് തോട്ട്സ് വരിക. ഇത് ഒരു കാരണമാണ്. പിന്നെ നമ്മുടെ മടി, അതൊരു വലിയ വിഷയമാണല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു മോർണിംഗ് റൊട്ടീൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കിയാലോ. നമ്മൾ സംസാരിക്കുന്ന പല ആൾക്കാരും ഒരുപാട് മൂഡ് സ്വിങ്സും ഒരുപാട് ഇമോഷണൽ പ്രോബ്ലം ഉള്ള ആളുകൾ, അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിൻ്റെ ഒരു പ്രോസസ്സ് നമ്മൾ നോക്കുമ്പോൾ പലരും എഫക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നല്ലതാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. നമ്മളെല്ലാവരും അത് ചെയ്ത് നോക്കേണ്ടതാണ്. വളരെ കാമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ, ഉദാഹരണത്തിന് നമ്മൾ വലിയ ഒരു ബഹളങ്ങളുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക. ഉദാഹരണത്തിന് രാവിലെ എഴുന്നേറ്റ് നമ്മൾ കുറച്ച് സമയം ബുക്ക് വായിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ കുറച്ച് സമയം നമ്മൾ ബ്രീതിങ് എക്സസൈസ് ചെയ്യാം. അതായത് കുറച്ച് നേരം സമാധാനമായിട്ട് നമ്മുടെ ശ്വാസത്തിലൊക്കെ ശ്രദ്ധിച്ച് ഒന്ന് കാമായിട്ട് നമ്മളെ പറ്റി തന്നെ അവെയറായിട്ട്, നമ്മൾ പലപ്പോഴും നമ്മളെപ്പറ്റി തന്നെ അവെയർ അല്ല. നമുക്ക് എന്തുകൊണ്ടാണ് ടെൻഷൻ വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇന്ന് എൻ്റെ മനസ്സിന് ടെൻഷൻ, അല്ലെങ്കിൽ ഡിപ്രഷൻ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയോ നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആണല്ലോ. അപ്പോൾ ഇതൊക്കെ എന്താ എനിക്ക് ഉണ്ടാവുന്നുള്ളതിനെ പറ്റി നമ്മൾ തന്നെ അവെയർ ആവാതെ പോകുന്ന സാഹചര്യങ്ങളില്ലേ? അപ്പോൾ സെൽഫ് അവെയർ ആവാനായിട്ട് നമുക്ക് കുറച്ച് സമയം മാറ്റി വയ്ക്കാം. ഞാൻ എങ്ങനെയാണെന്ന് ചിന്തിക്കുന്നത്, എൻ്റെ ഇന്നത്തെ മൂഡ് എങ്ങനെയാണ്, എൻ്റെ ഇമോഷൻസിനെ ഞാൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്ത് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് നല്ലതായിരിക്കും, എന്ത് ചിന്തിക്കുന്നത് ഞാൻ അവോയ്ഡ് ചെയ്യണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഒന്ന് സെൽഫ് അവെയറായിട്ട് പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ ആ ദിവസം നമുക്ക് ബെറ്റർ ആക്കി എടുക്കാൻ സഹായിക്കും. അതുപോലെ നമുക്ക് എക്സസൈസ് ചെയ്ത് നോക്കാം. വളരെ പാടാണല്ലേ? ഞാൻ ട്രൈ ചെയ്ത് നോക്കി. എല്ലാ ദിവസവും ചിലപ്പോൾ നമുക്ക് പറ്റില്ല. പക്ഷേ അത് നമുക്ക് കുറച്ച് ദിവസങ്ങൾ, ആഴ്ചയിലൊരു 2-3 ദിവസങ്ങളെങ്കിലും ചെയ്യാൻ നോക്കിയാൽ, അല്ലെങ്കിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിരുന്നാൽ നമുക്ക് കുറച്ച് മൂഡ് ബെറ്ററായി വരുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ നമ്മുടെ തോട്ട്സ് ആണ് സത്യത്തിൽ നമ്മുടെ ഏറ്റവും വലിയ വില്ലനായിട്ട് പലപ്പോഴും മാറുന്നത്. നമ്മളെ പറ്റി തന്നെയുള്ള നെഗറ്റീവ് ചിന്തകൾ, മറ്റുള്ളവർ നമ്മളോട് ചെയ്തതിൻ്റെ കാര്യങ്ങളെ പറ്റിയുള്ള ചിന്തകൾ, നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ സംശയങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്നാണ് നമ്മുടെ സമാധാനം കളയുന്നത്. അപ്പോൾ ഈ ഏറ്റവും വലിയ ശത്രുവായ തോട്ട്സിനെ പിടിച്ചു നിർത്താനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതായത് ഡിസ്ട്രാക്ഷൻ ടെക്നിക്സ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ശ്രദ്ധ അങ്ങ് മാറ്റി വിടുക. ഇത് നമ്മൾ ആലോചിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലാന്ന് നമുക്ക് തന്നെ അറിയാം. പക്ഷെ പലപ്പോഴും ഇത് ഓട്ടോമാറ്റിക്കലി വന്ന് നമ്മളങ്ങ് ശല്യം ചെയ്യുക അല്ലേ? അപ്പോൾ പതുക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് നമുക്ക് മ്യൂസിക് ഇഷ്ടമാണെങ്കിൽ അതിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ എന്താ നമുക്കിഷ്ടം, നമുക്ക് ചിലപ്പോൾ സ്പോർട്സ് ഇഷ്ടമായിരിക്കും, അതിലേക്ക് ഫോക്കസ് ചെയ്യാം. അല്ലെ ഫ്രണ്ട്സിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ സമാധാനം കിട്ടുമായിരിക്കും. സിനിമയ്ക്ക് പോവാം അല്ലേ? അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ മനസ്സ് നല്ല ഡൈവേർട്ടാവും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്ത മാറും, നല്ലൊരു സമാധാനം കിട്ടും അല്ലേ? അപ്പോൾ മോർണിംഗ് റൊട്ടീനിൽ നമ്മൾ പാലിക്കേണ്ട ഒരു കാം സ്റ്റാർട്ടും, അതുപോലെ നമ്മൾ ബുക്ക് റീഡ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, അതുപോലെ നല്ല കാര്യങ്ങൾ നടക്കുന്ന രീതിയിൽ നമ്മളോട് തന്നെ പോസിറ്റീവായിട്ട് സംസാരിക്കുക, ഇതൊക്കെ ചെയ്യാം. അതിൻ്റെ കൂടെ എപ്പോഴും ഈ ടെൻഷനും കാര്യങ്ങളും വരുമ്പോൾ അനാവശ്യമായ കാര്യങ്ങളാണോ നമ്മൾ ചിന്തിക്കുന്നത് എന്നുള്ളതൊന്ന് സെൽഫ് അവെയറായിട്ട് കുറച്ച് മൈൻഡ് ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളെല്ലാവരും മാറണം.